വെഞ്ഞാറമൂട് കോഓപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പുതിയ കെട്ടിടം, അത് ഓഫീസ് കെട്ടിടവും ഗോഡൗണും അതിൻ്റെ ഷോറൂമും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ഓഫീസ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ആദ്യമായി പ്രഖ്യാപിക്കുക. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സ്വാഗത പ്രസംഗത്തിൽ ശ്രീ സംശുദ്ദീൻ ഇവിടെ പറഞ്ഞു. അതിനെക്കുറിച്ച് ഗവൺമെൻറ്റിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീ PC ശ്രീയക്കിനെ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്ക് വേണ്ടി ഉണ്ടാകും എന്ന് വ്യക്തമാക്കുകയാണ്. റബ്ബർ മാർക്കറ്റിംഗ് സൊസൈറ്റികൾ ഇന്ന് വളരെ നല്ല ഒരു പ്രവർത്തനമാണ് റബ്ബർ കർഷകർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബർ മാർക്കറ്റിൽ വ്യവസായ ലോബി പലപ്പോഴും ഇടപെടാറുണ്ട്. സ്വാഭാവികമാണ്, അവരവരുടെ ലാഭമാണ് നോക്കുന്നത്. കർഷകരുടെ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒന്നും കണക്കിലെടുക്കില്ല. പക്ഷേ അതിനെ നേരിടാൻ നമുക്ക് സാധിക്കണം. അതിന് റബ്ബർ കർഷകരോടൊപ്പം ഗവൺമെൻറ് ഉണ്ട്. അതേസമയം ഏറ്റവും ഫലപ്രദമായ മാർക്കറ്റിലെ ഇടപെടലുകൾ നടത്താൻ മാർക്കറ്റിംഗ് സൊസൈറ്റികൾക്കാണ് സാധിക്കുന്നത്. അതുകൊണ്ടാണ് സൊസൈറ്റികൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെഞ്ഞാറമൂട് സൊസൈറ്റി 66 ആരംഭിച്ച് അവിടെ നിന്ന് വളർന്ന് ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അഭിമാനിക്കാൻ വക നൽകുന്ന വളർച്ചയാണ്. തുടർന്നും കർഷകരുടെ പൂർണ്ണമായ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഈ പ്രദേശത്തെ റബ്ബർ കർഷകർക്ക് ആശ്വാസം നൽകുന്ന പരിപാടികളുമായി ഈ സൊസൈറ്റിക്ക് കൂടുതൽ വിജയകരമായി പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.